റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൻ്റെ കണ്ടിന്യൂവേഷൻ റിവിഷനാണ് നാം നടത്താൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ചെയ്തത് ബേസ് പ്രോബ്ലംസ് ആയിരുന്നു. നേരിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നൊക്കെ അവിടെ തരും. ഇവിടെ നമ്മൾ ചെയ്യുക കുറച്ചും കൂടിയും അപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൻ്റെ ഒരു 4 ചെയ്യുന്നുള്ളൂ. അത് മതി. എ ലാഡർ 5 meters long ഇടാം. If a ladder 5 meters long is leaning against a wall. A ladder 5 meters long is leaning against a wall. The bottom of the ladder is pulled along the ground. The bottom of the ladder is pulled along the ground away from the wall. Pulled along the ground away from the wall at the rate of 2 centimeters per second. 2 centimeters per second. How fast is its height on the wall? How fast is its height on the wall? Decreasing. How fast is its height on the wall? Decreasing. When the foot of the ladder is 4 meters away from the wall. When the foot of the ladder is 4 meters away from the wall. 4 meters away from the wall. ചെയ്ത് നോക്കാം. ഇപ്പോൾ പറയുന്നത് എ ലാഡർ 5 meters long is leaning against a wall. അപ്പോൾ ഇവിടെ ഒരു ചുമരുണ്ട്, ഒരു വാൾ. അതിനെ പോക്കോട്ടെ. അതുമോ 5 meter നീളമുള്ള ഒരു കോണി അല്ലെങ്കിൽ ഏണി എന്തെങ്കിലും ആവട്ടെ. ലാഡർ എന്ന് പറഞ്ഞാൽ ഏണി അല്ലെങ്കിൽ കോണി നിന്നാൽ മതി. അങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് 5 meter നീളമുള്ളത്. അപ്പോൾ ഇത് 5 meter ആണത്. ഇതിപ്പോൾ ഗ്രൗണ്ടാണ്. എന്നിട്ട് അപ്പോൾ അത് 5 meter നീളമുണ്ട് ആ കോണിക്ക്. അതിങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ദ ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വാൾ. ഇതാണ് അതിൻ്റെ ഈ കോണിയുടെ അടിഭാഗം അല്ലെങ്കിൽ ഏണിയുടെ അടിഭാഗം. ഇത് കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇവിടെ പിടിച്ച ആൾ വലിക്കുമ്പോൾ ഇത് പൊക്കിയിട്ടല്ല വലിക്കുക, ലിഫ്റ്റ് ചെയ്യുന്നില്ല, നിരക്കുകയാണ് ഇങ്ങനെ. അപ്പം എന്ത് സംഭവിക്കും? ഈ അടിഭാഗം പിടിച്ച് ഇങ്ങനെ നിരക്കി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കൂടി വരും. അതിനനുസരിച്ച് ഈ കോണിയുടെ മുകൾ ഭാഗം തെന്നി താഴേക്ക് വരും. ശരിയല്ലേ? ഇതിനെ പിടിച്ച് വലിക്കുമ്പോൾ ഇത് താഴേക്ക് വരും, തെന്നി ചുമനോടെ തന്നെ തെന്നി താഴേക്ക് വരും. അപ്പോൾ ഇത് കൂടുമ്പോൾ ഇത് കുറയും. അതിൻ്റെ റേറ്റ് ആണ്. അപ്പോൾ ദ ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വാൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeters per second. നമുക്കിത് എക്സ് ആണെന്ന് എഴുതാം. എക്സ്. അപ്പോൾ ഇത് പിടിച്ച് വലിക്കുമ്പോൾ നിരക്കി കൊണ്ടുപോകുമ്പോൾ ഈ എക്സ് ആണ് മാറുന്നത്. അപ്പോൾ dx/dt ആണ് തന്നുള്ളത്. ഈക്വൽസ് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? ദെൻ ഹൗ ഫാസ്റ്റ് ഇസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ. നമുക്കിതിനെ എച്ച് എന്ന് കൊടുക്കാം. ഇതാണ് എച്ച്. അപ്പോൾ ഇത് കുറയും. ഹൗ ഫാസ്റ്റ് ഇസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ? ഡിക്രീസിങ് അല്ലേ? ഡിക്രീസിങ് എന്നാണ് ചോദിച്ചുള്ളത്. ഡിക്രീസിങ് വെൻ ഫുട്ട് ഓഫ് ദ ലാഡർ ഇസ് 4 meters away ഫ്രം ദ വാൾ എന്ന് പറഞ്ഞാൽ എക്സ് 4 ആണെന്ന്. 4. സോ dh/dt ആണ് കാണേണ്ടത്. അപ്പോൾ dx/dt ഇത് ഈ ഡിസ്റ്റൻസ് കൂടുന്നതിൻ്റെ റേറ്റ് തന്നുണ്ട്. അത് 2 dx/dt ആണെന്ന് മനസ്സിലായി. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. പിന്നെ എക്സ് ഈക്വൽസ് 4. ഈ ഡിസ്റ്റൻസ് 4 ആകുമ്പോൾ എന്ത് ചെയ്യണം? ഹൗ ഫാസ്റ്റ് ഇസ് ദ ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ് എന്നാൽ dh/dt അല്ലേ? ആണ്. നോക്കൂ, dx/dt തന്നിട്ടുണ്ട്. dh/dt കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടത്? എക്സ് ഈക്വൽസ് 4 എന്ന് പറഞ്ഞിട്ടോ. എന്താ വേണ്ടത്? എക്സും എച്ചും റിലേഷൻ കണ്ടുപിടിക്കണം. അത് നമ്മൾ പാത്തഗോറസ് തിയറം ഉപയോഗിക്കും. എന്താ? h² പ്ലസ് x² ഈക്വൽസ് 25. പാത്തഗോറസ് തിയറം. സ്ക്വയർ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് പ്ലസ് സ്ക്വയർ ഓഫ് ബേസ് ഈക്വൽസ് സ്ക്വയർ ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് വേറെ കാര്യം മനസ്സിലാവും. ഇത് 5 അല്ലേ? ഇത് 4 അല്ലേ? എക്സ് ഈക്വൽസ് 4 അല്ലേ? അപ്പോൾ എച്ച് എന്തായിരിക്കും? കണ്ടുപിടിക്കാം. എച്ച് 3 ആയിരിക്കില്ലേ? പാത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് 5 4 3 എങ്ങനെയാണ്? റൂട്ട് ഓഫ് 5² മൈനസ് അത് നിങ്ങൾ ചെയ്തോളൂ. അതറിയണം. 3 4 5 അതിനൊരു വലിയൊരു ലെങ്ത് റേഷ്യോ ആണത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് dh/dt ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ h² പ്ലസ് x² ഈക്വൽസ് d/dt ഓഫ് 25. അപ്പോൾ എന്ത് കിട്ടും? ഈ h²ൻ്റെ 2h പക്ഷേ എച്ചിന് ടി കൊണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ dh/dt പ്ലസ് x²ൻ്റെ 2x അപ്പോൾ dx/dt ഈക്വൽസ് എന്താണ്? 0.
നമുക്ക് വേണ്ടത് നമുക്ക് വാല്യൂ കൊടുക്കാം. 2 ഇൻറ്റു എച്ച് എന്താ അവിടെ 3 നമുക്ക് കണ്ടുപിടിച്ചത് ഇൻറ്റു dh/dt അറിയില്ല, അത് അറിഞ്ഞ കാര്യം കഴിയുമല്ലോ, അത് കണ്ടുപിടിക്കേണ്ടതാണ്. പ്ലസ് 2 ഇൻറ്റു എക്സ് തന്നിട്ടുണ്ട്, അത് 4 ഇൻറ്റു dx/dt തന്നിട്ടുണ്ട്, അത് 2 ഈക്വൽസ് 0. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. 6 dh/dt ഈക്വൽസ് പ്ലസ് എത്രയുണ്ട് 16 അല്ലേ, 16 ഈക്വൽസ് 0. അപ്പോൾ 6 dh/dt എന്ത് വരും, -16 എന്നും dh/dt എന്താ -16/6 എന്ന് പറഞ്ഞാൽ -8/3 എന്ന് കിട്ടും. ഇതിന് യൂണിറ്റ് എന്താ, cm/s ആണ് അല്ലേ, ഹൈറ്റ് ടൈം. ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ല, ഇത് മതി. ഈ നെഗറ്റീവ് എന്തിനെ സൂചിപ്പിക്കുന്നത് അറിയോ, ആ ഹൈറ്റ് കുറഞ്ഞു വരികയെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾ എഴുതേണ്ടത് ദ ഹൈറ്റ് ഇസ് ഡിക്രീസിങ് അറ്റ് 8/3 cm/s. അപ്പോൾ ഡിക്രീസിംഗ് എന്ന് എഴുതിയാൽ പിന്നെ നെഗറ്റീവ് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഡിക്രീസിംഗ് എന്ന് എഴുതുന്നില്ലെങ്കിൽ നെഗറ്റീവ് ആൻസർ വേണം എന്നാണ്. അപ്പോൾ ഡിക്രീസിംഗ് നെഗറ്റീവ് ആണ്. അപ്പോൾ എത്ര കേൾക്കോ, അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്തത് ചെയ്യാം, എഴുതിക്കോ. Sand is pouring from a pipe. Sand is pouring from a pipe at the rate of 12 centimeter cube per second. Sand is pouring from a pipe at the rate of 12 centimeter cube per second. The falling sand forms a cone on the ground. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. 1/6 of the radius of the base. Full stop. How fast is the height of the sand cone increasing? How fast is the height of the sand cone increasing when the height is 4 centimeters? When the height is 4 centimeters. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു പൈപ്പ്, ആ പൈപ്പിൽ നിറയെ ഇങ്ങനെയാണ് കരുതുന്നത്, പൈപ്പ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അതിൽ നിറയെ മണലാണ്, സാൻഡ്. ഇവിടെ നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി, ഇവിടുത്തെ ഗ്രൗണ്ടാണെന്ന് കരുതുക. ഹോൾ ഉണ്ടാക്കിയാൽ ഇതിവിടെ മണൽ ഊർന്ന് താഴേക്ക് വീഴും. അപ്പോൾ ഈ താഴേക്ക് വീഴുന്ന മണൽ ഒരു കോൺ പോലെ ആവണം, ഒരു സാൻഡ് കോൺ, ഒരു മണൽ കൂന നമുക്ക് പറയാം. മണൽ കൂന ഫോം ചെയ്യണം. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് ദ കോൺ എച്ച് ഈസ് ഓൾവേസ് 1/6 ഓഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ആയിട്ടാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. Sand is pouring from a pipe at the rate of 12 centimeter cube per second. അപ്പോൾ അതെന്താ നോക്കൂ, ഇവിടുന്ന് 12 centimeter cube per second ആണ് മണൽ വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത്? വോളിയം ലോസ്റ്റ് ഇസ് വോളിയം ഗെയിൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നഷ്ടപ്പെടുന്ന വോളിയം അടുത്ത സ്ഥലത്തെ ഗെയിനാണത്. അപ്പോൾ ഇവിടുന്ന് 12 centimeter ക്യൂബ് മണൽ ഇവിടുന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഇവിടെ ഗെയിൻ ചെയ്യും. അപ്പോൾ പൈപ്പിൽ നിന്ന് വീഴുന്ന മണലിൻ്റെ വോളിയം എന്താ, ഇവിടെ കൂടി വരുന്ന വോളിയം സെയിം ആണ്. അപ്പോൾ സാൻഡ് കോണിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വോളിയാണത് എന്ന് പറഞ്ഞാൽ dv/dt ആണെന്ന് അർത്ഥം അല്ലേ. എങ്ങനെ ടീന്ന് മനസ്സിലായി? അവർ പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ, 12 centimeter per second, അപ്പോൾ 12 ആണ്. അപ്പോൾ dv/dt എന്നു. ഇനി അവർ പറഞ്ഞാൽ എന്താ, the falling sand forms a cone on the ground in such a way that the height of the cone is always height ഇത് റേഡിയസ് എന്ന് എഴുതുക h equals 1/6 r ആണ്. 1/6 ഓഫ് റേഡിയസ് ഓഫ് ബേസ് ആണെന്ന്. അപ്പോൾ ഈ കോണിന് നിങ്ങൾ എപ്പോൾ നോക്കിയാലും അതിൻ്റെ ഹൈറ്റ് റേഡിയസിൻ്റെ 1/6 ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ r equals 6h ആയിരിക്കുന്നു. r equals 6h. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എന്താ, ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സാൻഡ് കോൺ ഇൻക്രീസിങ്? അപ്പോൾ
dH/dt ആണ് കാണേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. വെൻ h ഈക്വൽസ്, h തന്നിട്ടുണ്ട് 4 അല്ലേ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിവിടെ എഴുതി വയ്ക്കണം h ഹൈറ്റ്, r റേഡിയസ്, v വോള്യം. ആരുടെ? സാൻകോണിൻ്റെ. ഇതായിട്ടൊരു ബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യണം? dH/dt കാണണം, dV/dt തന്നിട്ടുണ്ട്, dV/dt തന്നിട്ടുണ്ട്, dH/dt കാണണം. അതിനെന്താ വേണ്ടത്? വിയും എച്ചും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കണം. വി ഈക്വൽസ് എന്താ റിലേഷൻ? ഇതിൻ്റെ വോള്യം 1/3 πr²h അല്ലേ? കോണിൻ്റെ വോള്യം ആണ്, അതാണ് റിലേഷൻ. 1/3 πr²h. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. എന്താ കുഴപ്പമെന്ന് അറിയോ? ഇവിടെ നിങ്ങൾ ഈ 6 വെച്ച് ചെയ്ത് കഴിഞ്ഞാലേ ഈ മണൽ വീഴുമ്പോൾ റേഡിയസും ഹൈറ്റും ഒരുമിച്ച് മാറുന്നുണ്ട്. ഹൈറ്റും കൂടുന്നുണ്ട്, റേഡിയസും കൂടുന്നുണ്ട്. അപ്പോൾ രണ്ടും വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടാകും പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 6 ഇവിടെ നമുക്ക് നല്ലതല്ല, കാരണം മൊത്തം കുഴപ്പമുണ്ടാക്കും. അപ്പോൾ 6 ചേഞ്ച് ചെയ്യണം. അതാണ് ഈ സാധനം 6h. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേഷന് മുമ്പ് 6 അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. പൈ ഇൻറ്റു r 6h ആണെങ്കിൽ r² എന്താ? 36h എന്ന് കിട്ടും, ഇൻറ്റു h ഈക്വൽസ് 1/3 പൈ. നമുക്ക് ക്യാരി ചെയ്യാം. 12 പൈ എഴുതാലോ. 3 വെട്ടി പോകില്ല, 36 തവണ അല്ല 12 തവണ 12 പൈ h³. 12 പൈ h³. ക്ലിയർ അല്ലേ ഇത്? 12 പൈ h³ h² അല്ലേ? 36h². 6h അതിൻ്റെ r-ൻ്റെ സ്ക്വയർ 6h², 36h². അപ്പോൾ h³ എന്ന് കിട്ടും. നമുക്ക് രണ്ട് ഭാഗത്തും നമുക്ക് കാണേണ്ടത് dH/dt അല്ലേ? അപ്പോൾ d/dt ഓഫ് രണ്ട് ഭാഗത്തും ചെയ്യാം. ഈക്വൽസ് d/dt ഓഫ് 12 പൈ h³. ഇത് dV/dt ആണോ അല്ലേ? ഈക്വൽസ് 12 പൈ അവിടെ നിൽക്കട്ടെ. h³ എന്താ? 3h² ഇൻറ്റു dH/dt എന്ന് കിട്ടും. അതിൽ dV/dt എന്നുണ്ട് 12 ഈക്വൽസ് 12 പൈ ഇൻറ്റു 3 ഇൻറ്റു h4 അല്ലേ 16 dH/dt. നമുക്ക് ഈ dH/dt അവിടെ നിർത്താം. dH/dt ഈക്വൽസ് 12 പൈ ഇൻറ്റു ഇതൊക്കെ പിടിക്കൊണ്ടിരിക്കുകയാണ് 3 ഇൻറ്റു 16 വെട്ടിപ്പോയി 1 ഇത് 48 അല്ലത് 48 പൈ. യൂണിറ്റ് എന്താ? ഹൈറ്റ് ടൈം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ വെറുതെ എക്സാമിനേഷൻ പഠിക്കുക മാത്രമല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയും വേണം പിന്നീട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു പർപ്പസ് നമുക്ക് 2 പ്രോബ്ലം കൂടെയും ചെയ്യാം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ റിവിഷനും അവസാനിക്കുകയാണ്. എഴുതിക്കോ. എ വാട്ടർ ടാങ്ക് ഹാസ് ദ ഷേപ്പ് ഓഫ്, നിങ്ങൾ വർക്ക്ഡ് ഔട്ട് ആണ് അതിൻ്റെ മിസ്ലേനിയസ് ഭാഗത്ത്. എ വാട്ടർ ടാങ്ക് ഹാസ് the shape of an inverted right circular cone. An inverted right circular cone with its axis vertical and vertex lowermost. With its axis vertical and vertex lowermost. നമുക്ക് നോക്കാം എന്താ സാധനം. Its semi-vertical angle is tan inverse 0.5. Its semi-vertical angle is tan inverse 0.5. Tan inverse 0.5. Full stop. Water is poured into it. Water is poured into it at a constant rate of 5 cubic meter per hour. Per hour. സെക്കൻഡ് കാര്യം അവറാണ്. ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് നടത്തും കേട്ടോ. പെർ അവർ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ലെവൽ ഓഫ് വാട്ടർ ഇസ് റൈസിങ്. വെള്ളം പൊന്തി വരും. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ലെവൽ ഓഫ് വാട്ടർ ഇസ് റൈസിങ്. At the instant when the depth of water in the tank is 4 meters. The depth of water in the tank is 4 meters.
നമുക്ക് നോക്കാം. എ വാട്ടർ ടാങ്ക് ഹാസ് ദ ഷേപ്പ് ഓഫ് എൻ ഇൻവെർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ. എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കോൺ ഇൻവെർട്ടഡ്, തലകുത്തി വെച്ച് നടത്തും ഇതുപോലെ. റൈറ്റ് സർക്കുലർ എന്ന് പ്രത്യേകമൊന്നുമില്ല, നേരിരിക്കുന്ന അർത്ഥമുള്ളൂ. വിത്ത് ഇറ്റ് ആക്സസ് വെർട്ടിക്കൽ ആൻഡ് വെർട്ടെക്സ്. ഇതാണ് വെർട്ടെക്സ്, അത് ഏറ്റവും താഴെ ലോവർ മോസ്റ്റ്. ആൻഡ് ആക്സസ് വെർട്ടിക്കൽ ആണോ? വെർട്ടെക്സ് ലോവർ മോസ്റ്റ്. നമുക്ക് ഇതൊന്നും വേണ്ട, എന്തിനാ പറഞ്ഞത്? വെർട്ടെക്സ് ലോവർ മോസ്റ്റ്. അപ്പോൾ ടാങ്ക് എങ്ങനെയാണ്? ഇറ്റ് സെമി വെർട്ടിക്കൽ ആംഗിൾ ഈസ് ടാൻ ഇൻവേഴ്സ് വേണം അപ്പോൾ 0.5. അപ്പോൾ ആദ്യം നമുക്ക് സെമി വെർട്ടിക്കൽ ആംഗിൾ മനസ്സിലാക്കാം. നോക്കൂ, ഇത് അതിൻ്റെ ഹൈറ്റാണ്, ഹൈറ്റ്. ഇത് സ്ലാൻ ഹൈറ്റ് ആണ്. ഇവ തമ്മിലുള്ള ആംഗിളിനെയാണ് സെമി വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിന് ആൽഫ കൊടുക്കാം. അപ്പോൾ ആ ആംഗിൾ മനസ്സിലാക്കാം. എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് സ്ലാൻ ഹൈറ്റ്, അതിനാണ് പറയുക സെമി വെർട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അങ്ങനെ എഴുതാം. ലെറ്റ് ആൽഫ ബി സെമി വെർട്ടിക്കൽ ആംഗിൾ. ആൽഫയാണെന്ന് എഴുതാം. അവർ പറഞ്ഞു ആൽഫ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 0.5 ആണെന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായത്, അപ്പോൾ ടാൻ ആൽഫ എന്തായിരിക്കും? 0.5 ആണെന്ന് നമുക്ക് മനസ്സിലായത് അല്ലേ? അതൊക്കെ നമുക്കറിയാം, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അറിയാം. ടാൻ ആൽഫ ഈക്വൽസ് 0.5. അപ്പോൾ അതും ആയി സെമി വെർട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ആൽഫയുടെ കേസും അങ്ങനെ കിട്ടിയാണ്. ഇനി അത് പറഞ്ഞത് എന്താ? വാട്ടർ ഇസ് poured into it at the rate of 5 meter cube per hour. വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. എങ്ങനെയാണ് ഒഴിക്കുന്നത്? 5 meter cube. അപ്പോൾ എന്താ സാധനം? അത് വോളിയാണ് അല്ലെ? മീറ്റർ ക്യൂബ് പെർ അവർ ടൈമാണ്. അപ്പോൾ എന്താ? dv/dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയാണത്. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വോളിയം കൂടി വരും. എങ്ങനെ? 5 meter cube per hour അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടി വരും. വെള്ളം കൂടി വരുമ്പോൾ ഇവിടെ വെള്ളം വരും. ആ വെള്ളത്തിൻ്റെ വോളിയം കൂടും, ഹൈറ്റ് കൂടും, റേഡിയസ് കൂടും. ഇത് നമുക്ക് എച്ച് ആണെന്ന് എഴുതാം, ഇത് ആറാണെന്ന് എഴുതാം. ഇവിടെ എഴുതി വയ്ക്കാം എച്ച് ഹൈറ്റ് ഓഫ് വാട്ടർ. നോക്കൂ, വെള്ളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാലും താഴ്ച ഡെപ്ത് എന്ന് പറഞ്ഞാൽ സെയിമാണ്. ഓക്കെ, അപ്പോൾ ആറെന്താ? റേഡിയസ്. ഇതിൻ്റെ അല്ല, കോണിൻ്റെ അല്ല, ഓഫ് വാട്ടർ കോളം ഓഫ് വാട്ടർ. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടി. dv/dt തന്നിട്ടുണ്ട്, എച്ച് ഹൈറ്റ്, ആർ റേഡിയസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ലെവൽ ഓഫ് വാട്ടർ ഇസ് റൈസിങ്. എച്ച് അല്ലത്, ഹൈറ്റ് കൂടുന്നതല്ലേ? dh/dt എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. വെൻ ദ ഡെപ്ത് എച്ച് തന്നെയാണ്, എച്ച് ഈക്വൽസ് 4 ആവുമ്പോൾ. അപ്പോൾ നമുക്ക് തന്നത് എന്താ? dv/dt. കണ്ടുപിടിക്കേണ്ടത് എന്താ? dh/dt. റിലേഷൻ ഉണ്ടാക്കുക. v ഈക്വൽസ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഷേപ്പ് ആ കണ്ടെയ്നർ ഷേപ്പ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താ? കോൺ. അപ്പോൾ അതിൻ്റെ വോളിയം എന്താ? കോണിൻ്റെ വോളിയം 1/3 πr²h. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താ അറിയാം? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സെയിം ക്വസ്റ്റ്യൻ പോലെ തന്നെ റേഡിയസും ഹൈറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മാറുന്ന ആൾക്കാരെ നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ആറ് നമുക്ക് ആവശ്യമില്ല, അതിനെ മാറ്റണം. അതിനെന്താ ചെയ്യുക? നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ ആൽഫ 0.5 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് എന്താ ടാൻ ആൽഫ? എന്താണ് ഇതിൻ്റെ ടാൻ ആൽഫ വരിക? ഇതല്ല, ഇവിടെ ഞാൻ എഴുതിയെങ്കിലും ഇതാണ് എച്ച് ട്ടോ. എന്താണ്? എതിർവശം ബൈ സമീപവശം അല്ലേ? അത് r/h അല്ലെന്ന്. r/h ആണത്. ഈക്വൽ 0.5. മനസ്സിലായോ? ഇതല്ല എച്ച്. ഞാൻ ഇവിടെ വരട്ട് എഴുതുന്നത് ഈ സാധനമാണ്. ഇതാണ് എച്ച്. അപ്പോൾ r/h ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ r ഈക്വൽ 0.5 ഈക്വൽസ് 0.5h. അപ്പോൾ 6 കിട്ടി. ഇവിടുന്ന് 6 കളയാനുള്ള മാർഗ്ഗമാണ്. 6 വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? v ഈക്വൽസ് 1/3 π ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 0.5 സ്ക്വയർ എന്താ? 0.25 h² ഇൻറ്റു h ഈക്വൽസ് ആൻഡ് v ഈക്വൽസ് 1/3 π ഇൻറ്റു 0.25 h³ അല്ലേ? കാണേണ്ടത് എന്താ? dh/dt. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ d/dt ഓഫ് v ഈക്വൽ d/dt ഓഫ്
1/3 പൈ ഇൻറ്റു 0.25 ഇൻറ്റു എച്ച് ക്യൂബ്. അത് ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. ഈക്വൽസ് 1/3 പൈ ഇൻറ്റു 0.25 നിന്നോട്ടെ 3h². ആരുടെ? എച്ച് ക്യൂബിൻ്റെ. എച്ചിന് ടി കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി 3 വെട്ടിപ്പോയി. നമുക്ക് ഡി ബൈ ഡി ടി അറിയാം. 12 അല്ല 5 അല്ലേ, 5 ഈക്വൽസ് 0.25 പൈ എന്ന് എഴുതി ഇൻറ്റു ഇവിടെ h² അല്ലേ, അത് 16 അല്ലേ, h 4 അപ്പോൾ h² 16 ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി. ഇതാണ് കാണേണ്ടത്. 16 ഇൻറ്റു 0.25 എത്രയാ? ഒരു ക്വാർട്ടറാണത്. അപ്പോൾ 4 ആണോ? നോക്കാം. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി എന്താ? ഡി എച്ച് ബൈ ഡി ടി ഈക്വൽസ് ഇത് എത്ര? ഇത് 16 4 അല്ലേ? അതന്നെ 4. അപ്പോൾ 5/4 എന്ന് വരും. ഇത് 4 പൈന് ഇട്ടാ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പൈ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ഡി എച്ച് ബൈ ഡി ടി എച്ച് എന്താ? cm/s. അപ്പോൾ അതും കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് പോയിന്റും കൂടി, എക്സാമിനേഷൻ പോയിന്റ് അല്ല, ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൂടി ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എ മാൻ 2 meters high, എ മാൻ 2 meters high, 2 മീറ്റർ ഉയരമുള്ള ഭയങ്കര ഹൈറ്റ് ആണ്. walks at a uniform speed of 5 km per hour, kilometer per hour. Away from a lamp post, which is 6 meters high, which is 6 meters high. Which is 6 meters high. Find the rate at which the length of his shadow increases. അപ്പോൾ അതുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്കൊരു നല്ല ധാരണ വരും ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തുണ്ട്, പഠിച്ചാൽ മതി. Find the rate at which the length of his shadow increases. അപ്പോൾ ഒരു മനുഷ്യൻ, നമുക്ക് ഞാൻ എം എന്ന് കൊടുക്കാം, മാനല്ലേ, 2 മീറ്ററാണ് അയാളുടെ ഹൈറ്റ്. അയാൾ 6 മീറ്റർ ഉയരമുള്ള, അങ്ങനെ എ ബി എന്ന് കൊടുക്കാം, ഒരു ലാമ്പ് പോസ്റ്റ്, കാരണം അതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ടാവും, അത്ര ഉദ്ദേശമുള്ളൂ. ലാമ്പ് പോസ്റ്റ് അതിൻ്റെ കടക്കയിൽ നിന്ന് നടന്നു പോവാണ്. അപ്പോൾ ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇയാളുടെ ഷാഡോ വന്നിട്ട് വീഴും. നമുക്കൊരു സി എന്ന് കൊടുക്കാം. അപ്പോൾ എം സി അയാളുടെ ഷാഡോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു വായിക്കാം. എ മാൻ ഓഫ് 2 meters high walks at a uniform speed of 5 km away from the lamp post of 6 meters high. അപ്പോൾ ഇത് 6 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇയാൾ നടന്ന് അകന്ന് പോവാണ്. നമുക്ക് ഈ ഡിസ്റ്റൻസിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് മാൻ, ഇതാണ് ലാമ്പ് പോസ്റ്റ്. അയാൾ അകന്ന് പോകുമ്പോൾ ഇതാണ് കൂടി വരിക അല്ലേ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി തന്നിട്ടുണ്ട് 5 kmph ആണ്. നിങ്ങൾക്കത് ടി ആണെന്ന് മനസ്സിലായോ? കാരണം km/h ആണ്, ടൈമാണ്. അപ്പോൾ സംഭവിക്കുന്ന അറിയോ, ലൈറ്റ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇയാളുടെ ഷാഡോയ്ക്ക് നീളം കൂടി വരും. ആ കൂടുതൽ നിരക്ക് കാണാൻ ഡി എസ് ബൈ ഡി ടി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഉപയോഗിച്ച് ഡി എസ് ബൈ ഡി ടി കാണണമെങ്കിൽ എക്സും എസും തമ്മിൽ ബന്ധം ഉണ്ടാവണം. അതിന് നമ്മൾ എങ്ങനെ ചെയ്യും? ഫ്രം ഫിഗർ, ഒരു ഫിഗർ നോക്കിയപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഉണ്ട്, ട്രയാങ്കിൾ എം എൻ സി ഉണ്ട് അല്ലേ. ഇതിൽ ഈ എ ബി സിയുടെയും എം എൻ സിയുടെയും ഒരു ആംഗിൾ സെയിമാണ്, സിയാണ്. മാൻ അയാൾ നേരെ നിൽക്കുക, അപ്പോൾ അയാളും ഭൂമിയുമായിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ലാംബോസ് നേരെ തന്നെ നിൽക്കുക, അപ്പോൾ 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ കോമൺ ആണ്. ഈ 2 ആംഗിൾ സെയിം ആണെങ്കിൽ ഇതൊന്നും സെയിം ആയിരിക്കുമല്ലോ. 3 ആംഗിൾ സെയിം ആണ്. അപ്പോൾ എ ബി സിയും എം എൻ സിയും സിമിലറാണ്. സിമിലറായ എന്താ ഗുണം?
അവയുടെ സിമിലർ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ AB ബൈ സിമിലർ സൈഡ് എന്താ MN അല്ലേ, AB ബൈ MN ഈക്വൽസ് AC സിമിലർ സൈഡ് എന്താ MC. ഇതിൽ AB എന്താ 6 ബൈ MN2 ഈക്വൽസ് AC എന്ന് പറഞ്ഞാൽ X പ്ലസ് S അല്ലേ, X പ്ലസ് S ബൈ S. ഇത് 3 ആണ്, 3S പഠിക്കാൻ കൊണ്ടുവന്നതാണ് ഈക്വൽസ് X പ്ലസ് S. ഈ S പഠിക്കൊണ്ട് അപ്പോൾ 3S മൈനസ് S ഈക്വൽസ് X എന്ന് കിട്ടും. 2S ഇസ് X എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് DS ബൈ DT ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. D ബൈ DT ഓഫ് 2S ഈക്വൽസ് D ബൈ DT ഓഫ് X അല്ലേ. 2 അവിടെ നിൽക്കട്ടെ. DS ബൈ DT ഈക്വൽസ് DX ബൈ DT. അപ്പോൾ 2DS ബൈ DT, എസിൻ്റെ ഡെറിവേറ്റീവ് DS ബൈ DT ആ, എക്സിൻ്റെ DX ബൈ DT ആ. ഈ DX ബൈ DT തന്നിട്ടുണ്ട് എന്താ 5. അപ്പോൾ DS ബൈ DT എന്താ 5/2 km per hour. അത് തെറ്റിക്കരുത്, കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ. അപ്പോൾ ആ റിവിഷനും കഴിഞ്ഞു.